സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. കമനീയ കിശോരമുഗ്ധമൂർത്തേ കളവേണുക്കൊണിതാദൃതാനനിന്ദോ മമ വാചി വിജൃംഭതാം മുരാരേ മധുരിം നഃ കണികാപി കാപി കാപി മദശിഖണ്ഡി ശിഖണ്ഡ വിഭൂഷണം മദനമന്ധരമുഗ്ധമുഖാംബുജം വ്രജവധൂനയനാഞ്ചലവഞ്ചിതം വിജയതാം മമ വാങ്മയജീവിതം. യോന്തപ്രവിശ്യ മമ വാചമിമാം പ്രസുപ്താം സഞ്ജീവയത്യഖിലശക്തിധരസ്വധാംനാ അന്യാംശഹസ്തചരണശരണക്ഷഗാദീൻ പ്രാണാൻ നമോ ഭഗവതേ പുരുഷായ തുഭ്യം. ഗുരുർബ്രഹ്മാ ഗുരുർവിഷ്ണു ഗുരുർദേവോ മഹേശ്വര ഗുരുഃ സാക്ഷാൽ പരം ബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. പള്ളിയൂർവാസിനം ശാന്തം ജ്ഞാനവൈരാഗ്യഭൂഷണം ശ്രീഭാഗവത നിഷ്ണാതം നൗമിതം ലോകശങ്കരം. സദ്ഗുരുഭ്യോ നമഃ. വൃന്ദാവനത്തില് ഗോപികമാര് ഭഗവാന്റെ ഉറ്റ സുഹൃത്തും പ്രധാനമന്ത്രിയുമായിട്ടുള്ള ഉദ്ധവനെ കണ്ട് തൻ്റെ എല്ലാമായിരുന്ന ആ ഭഗവാനെ കുറിച്ച് അവർക്ക് ഇപ്പോ ഒന്ന് ഓർമ്മിപ്പിക്കുവാൻ വേണ്ടിയിട്ട് ഭഗവാൻ പറഞ്ഞു വിട്ടതായിട്ടുള്ള ആ ഉദ്ധവനുമായിട്ടുള്ള ഒരു സംവാദമാണ് അതായത് ഇപ്പോൾ നമ്മൾ അനുസ്മരിച്ചുകൊണ്ടിരിക്കുന്നത്. യഥാർത്ഥത്തില് ആചാര്യന്മാരൊക്കെ പറയും, ഈ ഉദ്ധവനോട് അല്ലെങ്കിൽ ആ കരിവണ്ടിനോട് അല്ലെങ്കിൽ ആ കള്ളകൃഷ്ണനോട് പരാതി പറയലാണ് ഗോപികമാര് എന്ന്. യഥാർത്ഥത്തില് ഉദ്ധവനെ ബോധിപ്പിക്കലാണ് അവിടെ. ആരാണ് ഗോപികമാര്, എന്താണ് ഗോപികമാരുടെ ഉള്ളിലുള്ള ആന്തരികമായിട്ടുള്ള ഭാവം എന്താണെന്ന് ബോധിപ്പിക്കാനാണ് സത്യത്തിൽ ഭഗവാൻ അല്ലെ ബുദ്ധിസത്തമനായിട്ടുള്ള ഉദ്ധവനെ ഗോപികമാരുടെ അടുത്തേക്ക് പറഞ്ഞു വിട്ടത്. ഒരു ഭക്തനെ സംബന്ധിച്ചിടത്തോളം എന്നും ഈശ്വരൻ അല്ലെങ്കിൽ ഭഗവാൻ എന്നുള്ളത് എപ്പോഴും എന്താണ് ആരാധിക്കപ്പെടുന്നതായിട്ടുള്ള ഒരു ആരാധ്യ പുരുഷനാണ് ഭഗവാൻ. ശരിക്കും നമുക്ക് തോന്നാം ഇവിടെ ഗോപികമാരെന്താണ് ഇത്ര പ്രാകൃതമായിട്ട് ഭഗവാനെ ചീത്ത വിളിക്കുന്നത് അല്ലെ, ഭഗവാനെ പറ്റി ഇങ്ങനെ സംസാരിക്കുന്നതൊക്കെ നമുക്ക് പ്രാകൃതമായിട്ട് തോന്നാം. അത് ആരുടെ കുറ്റാണ്? അത് നമ്മളുടെ കുഴപ്പം കൊണ്ടാണ് അല്ലെ. നമ്മൾ പറയാറില്ലേ, മനോഭാവമാണ് നമ്മളെ നല്ലതും ചീത്തയുമാക്കി മാറ്റുന്നത് അവിടെ. അപ്പൊ യഥാർത്ഥത്തിൽ ഇവിടെ ഗോപികമാര് ഭഗവാനെ അല്ലെങ്കിൽ വണ്ടിനോടായിട്ട് എന്നുള്ള രീതിയിൽ കൃഷ്ണനോടാണോ ഉദ്ധവനോടാണോ വണ്ടിനോടാണോ സംസാരിക്കുന്നത് എന്നറിയില്ല. മൂന്ന് പേർക്കും ഒരേപോലെ അനുഭവിക്കുന്ന രീതിയിലുള്ള അവരുടെ സംഭാഷണങ്ങൾ കേട്ടാൽ ഒരു പ്രാകൃതനായിട്ടുള്ള ഒരു മനുഷ്യര് പറയുന്നത് പോലെയാണെന്ന് നമുക്ക് തോന്നിപ്പോകും. നമുക്ക് അങ്ങനെ തോന്നാൻ കാരണം എന്തുകൊണ്ടാണ്? നമ്മളുടെ ഉള്ളിലെ അല്ലെ മലിനസമായിട്ടുള്ള മനോഭാവം കൊണ്ട് കാണുമ്പോൾ നമുക്കത് ആ മാലിന്യങ്ങൾ മുഴുവൻ അതിൽ ചേർത്ത് അല്ലെ ചാലിച്ച് നമുക്കത് അനുഭവിക്കാൻ സാധിക്കുകയുള്ളൂ. യഥാർത്ഥത്തിൽ അവര് നിന്ദിക്കുന്നതല്ല, സത്യത്തിൽ അത് സ്തുതിയാണ് എന്ന് നമുക്കതിനെ മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കുമോ? ആചാര്യന്മാർ പലതരത്തിലുള്ള ഭക്തന്മാർക്ക് അത് സാധിക്കുമോടെ? ഇവിടെ പറയുകയാണ്, ഇപ്പൊ നമ്മൾ 17ാമത്തെ ശ്ലോകമാണ് കഴിഞ്ഞ ദിവസം പറഞ്ഞത്. ആ വാമന സ്വാമി ആയിക്കൊണ്ട് നീ ചെറിയൊരു മനുഷ്യനായിക്കൊണ്ട് ചെന്ന് ആ ബലിയെ അല്ലെ വ്രണപാശത്തില് എന്താണ് ബന്ധിക്കുവാനും രാവണനെ ഒളിയം പെയ്യുവാനും ബാലിയെ ഒളിയം പെയ്ത് കൊല്ലുവാനും ഒക്കെ ആയിട്ട് ചെയ്യുന്ന അവനെ സംബന്ധിച്ചിടത്തോളം എന്താണ്
പണ്ട് മുതലേ ഇങ്ങനെയാണ്. കഴിഞ്ഞ ത്രേതായുഗത്തിൽ പോലും ഭഗവാനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ പറഞ്ഞ് അവരുടെ ആ അവതാരങ്ങളിൽ ഏതൊരു അവതാരങ്ങളിലും അവന്റെ ഉള്ളു പോലെ തന്നെയാണ് എന്ന് പറയാം. എന്താ ഉള്ളു പോലെ? അവന്റെ ഉള്ളും പുറവും ഒക്കെ കറുപ്പാണ്, അല്ലെ? ശ്യാമളമാണ് അവന്റെ കളറ്. അപ്പൊ അവന് ഏത് സമയത്ത് അവതരിച്ചാലും ഈ കളർ അവനിൽ നിന്ന് പോവുകയില്ല, ഇവന്റെ ഉള്ളിലെ ഈ കറുപ്പ് അവനിൽ നിന്ന് പോവുകയില്ല. അതുകൊണ്ട് അവരുടെ ആ ഭഗവാന്റെ അവതാര കഥകളെ മുഴുവൻ ഗോപികമാർക്ക് അവിടെ അറിയാവുന്ന നമുക്ക് കാണിച്ചു തരികയാണ് അവിടെ, അല്ലേ? ശ്രീരാമൻ നിരപരാധിയായിട്ടുള്ള ആ ബാലിയെ നിഗ്രഹിച്ചത് എന്തിനു വേണ്ടിയിട്ടാണ്? വെറുതെ ഒരു മാംസക്കൊതിക്ക് വേണ്ടിയിട്ട്, അല്ലേ? ഒരു വേടന്റെ ധർമ്മമാണ് അവിടെ അത് ചെയ്തത് ഭഗവാൻ. അപ്പൊ ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാല് എന്ത് ഒരു ധർമ്മമാണ് അവനുള്ളത് ശരിക്കും. അപ്പം ഈ വെറും ലോഭം കൊണ്ട് തന്റെ സുഖത്തെ അനുഭവിക്കുവാൻ വേണ്ടിയിട്ട് എന്തും ചെയ്യാം ചെയ്യുന്ന ഒരാളാണ് എന്നുള്ള രീതിയിലൊക്കെ നമുക്ക് അവിടെ നമുക്ക് തോന്നിപ്പോകും. പക്ഷേ യഥാർത്ഥത്തില് അവിടെ ഓരോ കഥകളിലൂടെയും, ബലിയുടെ കഥകളിലായാലും വാമനന്റെ കഥകളിലായാലും, അല്ലെ, രാവണന്റെ ബാലിയുടെ കഥകളിലാണേലും ഒക്കെ എത്ര ആധ്യാത്മികമായിട്ടുള്ള നേരെ വിപരീതമാക്കി അവിടെ ആത്മസമർപ്പണം ആയിട്ട് നമുക്കത് കാണാൻ സാധിക്കും അവിടെ. എന്തായാലും 18ാമത്തെ ശ്ലോകം നമുക്ക് നോക്കാം. യതനുചരിതലീലാകർണ പീയൂഷ വിപ്രുൾ സഹൃദന വിധൂതദ്വന്ദ്വധർമാ വിനഷ്ടാ സപതി ഗൃഹ കുടുംബം ദീനമുത്സൃജ്യ ദീനാ ബഹവൈഹ വിഹംഗാ ഭിക്ഷുചര്യാം ചരന്തി. അവിടെ പറയുകയാണ്, ഏതനുചരിത ലീലാകർണ പീയൂഷ വിപ്രുൾ. എന്താണ്? ഭഗവാന്റെ കഥകള്, അല്ലെ? ആ കൃഷ്ണന്റെ ലീലാവിലാസങ്ങൾ അടങ്ങിയതായിട്ടുള്ള എല്ലാ കഥകളും ആരെങ്കിലും അല്പം ഈ കർണപുടങ്ങളിലൂടെ ആ മാധുര്യത്തെ, ആ മധുവിനെ ഒന്ന് ഒഴിച്ചിട്ടുണ്ട് എങ്കിൽ, പ്രവേശിച്ചിട്ടുണ്ട് എങ്കിൽ അവരെ സംബന്ധിച്ചിടത്തോളം എന്താണ്? അവർക്ക് സകൃത് അതന വിധൂത ദ്വന്ദ്വധർമാവിനഷ്ട. അവർക്ക് ദ്വന്ദ്വങ്ങൾ ഒരിക്കലും ഉണ്ടാവില്ല എന്ന് പറയാണ്. എന്താണ്? സുഖം, ദുഃഖം, പിന്നെയോ ചൂട്, തണുപ്പ്, അല്ലെ, ശൈത്യം, ഉഷ്ണം, ഇങ്ങനെയുള്ള ആ ദ്വന്ദ്വഭാവങ്ങൾ മുഴുവൻ അവരിൽ നിന്ന് നശിക്കുന്നു എന്ന് പറയാണ്. അപ്പം നോക്കൂ, അവിടെ ഗോപികമാര് തന്നെ പറയുകയാണ് അവിടെ. അപ്പൊ അവർക്ക് ഈ ദ്വന്ദ്വങ്ങൾ ഉള്ളത് കൊണ്ടാണെന്നല്ലേ നമ്മൾ ധരിക്കുക, അല്ലേ? കണ്ണൻ കറുപ്പാണ്, കണ്ണൻ ഒന്ന് വേറെയാണ്, വണ്ടൊന്ന് വേറെയാണ്, ഉദ്ധവനൊന്ന് വേറെയാണ്, ഞങ്ങളൊന്ന് വേറെയാണ് എന്നുള്ള ദ്വന്ദ്വഭാവങ്ങള് ഉള്ളത് കൊണ്ടാണ് ഗോപികമാര് ഇപ്പം ഇവര് കണ്ണനെ പരിഭവിച്ചുകൊണ്ട് ഇവര് പരിഹസിക്കുന്ന അല്ലെങ്കിൽ ദ്വേഷിക്കുന്നത് എന്ന് നമുക്ക് തോന്നുന്നുണ്ടെങ്കിൽ ആ ഗോപികമാരിപ്പൊ പറയുകയാണ്, കണ്ണന്റെ കഥകൾ ഒരിക്കൽ കേട്ടിട്ടുണ്ടോ? ഒരിക്കൽ കണ്ണന്റെ കഥകൾ ആസ്വദിച്ചിട്ടുണ്ടോ? അവർക്ക് ഒരിക്കലും ദ്വന്ദ്വങ്ങൾ ഉണ്ടാവുന്നില്ല. അതാണ് യദനുചരിത ലീലാകർണ പീയൂഷ വിപ്രുൾ സകൃതന വിധൂത ദ്വന്ദ്വധർമാ വിനഷ്ട. അപ്പം ഈ സുഖദുഃഖങ്ങള്, ശൈത്യ ഉഷ്ണങ്ങള്, ഇതിനൊക്കെ കാരണം, അല്ലെങ്കിൽ ഇതൊന്നും ഇല്ലാണ്ടാകുന്നതാണ് കണ്ണന്റെ കഥകള് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഗോപികമാര് തന്നെയാണ്, അല്ലെ, കണ്ണന്റെ കീർത്തനങ്ങൾ പാടിക്കൊണ്ട് നടക്കുന്നത്. കണ്ണന്റെ കഥകൾ ധാരാളം കിട്ടുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഉറപ്പിക്കാൻ വയ്യേ നമുക്ക്? ഗോപികമാർ ഒരിക്കലും ദ്വേഷിക്കുകയല്ല ചെയ്യുന്നത്. കണ്ണനും ഗോപിയും ഒന്നാണ് എന്നുള്ള ഒരു ഒറ്റ ഭാവമേ അവർക്കുള്ളൂ അവിടെ. പിന്നെ അവർക്ക് എങ്ങനെയാണ് ഈ പരിഹസിക്കാൻ ഒരു ഭക്തിയുടെ വേറൊരു തലത്തില്? അപ്പം നമ്മൾ എപ്പോഴും വിചാരിക്കേണ്ടത് നമ്മളുടെ തലം എങ്ങനെയാണോ അതിനെ നമുക്ക് കാണാൻ സാധിക്കുള്ളൂ അവിടെ. ഇവിടെ പറയുന്നുണ്ട്, സപതി ഗൃഹ കുടുംബം ദീനമുത്സൃജ്യ ദീനാ ബഹവൈഹ വിഹംഗാ ഭിക്ഷുചര്യാം ചരന്തി.
അങ്ങനെ കണ്ണന്റെ കഥകളില് ആവേശം കൊണ്ട് ആസക്തി പൂണ്ടുകൊണ്ട് പോയി കഴിഞ്ഞാല് ഗൃഹം മുഴുവൻ മറക്കും എന്ന് പറയാണ്. അതാണ് അവിടെ പറയുന്നത്, സപതി ഗൃഹ കുടുംബം ദീനമുത്സൃജ്യ ദീന, അല്ലെ? അപ്പം പിന്നെ വീടും കുടിയും ഒക്കെ ഉപേക്ഷിച്ചുകൊണ്ട് ആ അങ്ങനെ ഭഗവത് ലീലയില് ആകൃഷ്ടനായിക്കൊണ്ട് നമ്മൾ നടക്കുകയാണ് അവിടെ. അങ്ങനെ എത്രയോ ധാരാളം ആളുകള്, അല്ലെ, ഗൃഹകുടുംബത്തെ പോലും വിട്ടുകൊണ്ട് കണ്ണന് വേണ്ടിയിട്ട് ജീവിതം തന്നെ വെച്ച് സമർപ്പിച്ചതായിട്ടുള്ള ഗോപികളെ പോലെ എത്രയോ ധാരാളം ആൾക്കാരുണ്ട്. അപ്പം അങ്ങനെയുള്ളവരെ സംബന്ധിച്ചിടത്തോളം എന്താണ്, ഈ കുടുംബാംഗങ്ങളൊക്കെ എന്ത് ചെയ്യും? കുടുംബാംഗങ്ങളിലൊക്കെ കഷ്ടത്തിലാകുകയാണ് അവര്, അല്ലേ? അമ്മ എന്താണ്, അമ്പലത്തിലേക്ക് പോയി കഴിഞ്ഞാല് മക്കളെ സംബന്ധിച്ചിടത്തോളം അമ്മ ഇങ്ങനെ, അല്ലെ, ആധ്യാത്മികമായിട്ട് നടക്കുകയാണ്, തന്റെ കാര്യങ്ങളൊന്നും നോക്കാൻ ആളില്ല എന്നുള്ളൊരു അവസ്ഥയിലായാലോ? ഭാര്യ പോയി കഴിഞ്ഞാൽ ഭർത്താവിന്റെ അവസ്ഥ, അല്ലെ? മക്കൾ പോയാൽ അച്ഛനമ്മമാരുടെ അവസ്ഥ, അച്ഛനമ്മമാര് പോയാൽ മക്കളുടെ അവസ്ഥ, എല്ലാം ആശ്രയിച്ചുകൊണ്ടാണ് ഗൃഹസ്ഥ കുടുംബം എന്ന് പറയുന്നത്. അപ്പം ആ ഗൃഹകുടുംബങ്ങൾ മുഴുവൻ തന്നിൽ നിന്ന് വിട്ട് ഭഗവാനിലേക്ക് ലയിക്കുമ്പോൾ എല്ലാം പോകുമ്പോ എന്തായി? അങ്ങനെ വരുമ്പോഴത്തേക്കും ആ ഗൃഹകുടുംബത്തിലെ ഓരോരുത്തർക്കും ഉണ്ടാകുന്ന ദുഃഖങ്ങൾ അവരവരെന്തായി, അവരവര് ആ കുടുംബാംഗങ്ങള് പരസ്പരം അവര് ഭിക്ഷാടനം ചെയ്ത് ഉപജീവനം കഴിക്കേണ്ട ഒരു ഗതികേട്ടിലേക്ക് എത്തിച്ചേരുന്ന ഒരവസ്ഥയിലേക്കാണ് വരുന്നത്. അതുകൊണ്ട് അവിടെ പറയുന്നു, ബഹവ ഇവ വിഹംഗാഭിക്ഷുചര്യാം ചരന്തി, വിഹംഗാവിഷുചര്യാചരന്തി. അതായത് ഈ പക്ഷികളെ പോലെ അങ്ങുമിങ്ങും പലതും എന്താ പറന്ന് സ്വയം ആഹാരം തേടുന്നത് പോലെ അവിടെ ഉപജീവനം കഴിക്കുന്നു എന്ന് പറയുകയാണ് അവിടെ. അപ്പം അവിടെ വലിയൊരു വ്യംഗ്യാർത്ഥം നമുക്ക് കാണാൻ സാധിക്കും. വലിയൊരു ഒരു ഉദാത്തമായിട്ടുള്ള ഒരു ഭാവത്തെ നമുക്ക് അവിടെ കാണാൻ സാധിക്കും. എന്താണ് അവിടെ പറയുന്നില്ലേ, പക്ഷികളെ പോലെ പറക്ക പറ്റി കഴിഞ്ഞാൽ പിന്നെ എന്താണ്, പിന്നെ ഒരു ബന്ധവും ഇല്ല അവിടെ. പക്ഷികളെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയാണ്. അച്ഛനമ്മമാരും മക്കളും തമ്മിൽ യാതൊരു ബന്ധവും ഇല്ല. അവർക്ക് പറക്ക പറ്റുന്നത് വരെ അവർക്ക് ആഹാരം കൊണ്ട് കൊടുത്ത് അവരെ ശീലിപ്പിക്കും. പറക്ക പറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവരെ കുറിച്ച് യാതൊരു ചിന്തയും ഇല്ലാത്ത രീതിയിലാണ് അവിടെ. അപ്പം ശരിക്കും പറഞ്ഞാല് അതിന്റെ ആ ഉച്ചകോടിയെ ഇവിടെ ധ്വനിപ്പിക്കുകയാണ് അവിടെ. അപ്പം ഈ ഭഗവത് കഥാമൃതം ശ്രവണം ചെയ്ത് കഴിഞ്ഞാല് ഇങ്ങനെയുള്ള ഈ പക്ഷികളെ പോലെ ഭിക്ഷുക്കളുടെ ആ ഒരു ഭാവത്തിലേക്ക്, അല്ലെങ്കിൽ പരമഹംസന്മാര് എന്ന് പറയില്ലേ, അവധൂതന്മാര് എന്നൊക്കെ നമ്മൾ പറയില്ലേ, ആ ഒരു ഭാവത്തിലേക്ക് നമ്മൾ പ്രാപിക്കുകയാണ് അവിടെ ശരിക്കും. ഇതാണ് ഈ ഒരു ആധ്യാത്മികമായിട്ടുള്ള തത്വത്തെ നമുക്ക് കാണിച്ചു തരുന്ന അവിടെയാണ്. അപ്പം അവർക്കൊന്നും എന്താണ് നഷ്ടപ്പെടാനില്ല എന്ന് മാത്രമല്ല, എന്താണ് വൻപിച്ചതായിട്ടുള്ള ഒരു ജന്മസാഫല്യവും കൂടിയാണ് അവർക്ക് ഉണ്ടാകുന്നത് എന്ന് പറയാം. ഈ ഒരു ഉറച്ച ബുദ്ധിയോട് കൂടിയിട്ടുള്ള ആ സമർപ്പണം, ഈ ഒരു അവസ്ഥയിലാണ് യഥാർത്ഥത്തിൽ ആര് ഗോപികമാരിപ്പോ, അല്ലെ? അപ്പൊ ഗോപികമാര് പറയുന്നത് എന്താണ് ശരിക്ക്? ഇവിടെ എല്ലാം വിട്ട് ഭഗവാന്റെ കഥകളൊന്ന് ഒരു കഥ അവിടെ അത്രേ പറഞ്ഞ ഒരു ചരിത്രം എന്താണ്, യത് അനുചരിത ലീലാകർണ പീയൂഷ വിപ്രു. ഭഗവാന്റെ കഥകൾ കേട്ടിട്ടുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും അവർക്കൊന്നും ഇതിൽ നിന്ന് വിട്ടുപോകാൻ സാധിക്കില്ല. അങ്ങനെ ഓരോരുത്തരും ആ എന്താണ് ആശ്രയിക്കപ്പെടുന്നതായിട്ടുള്ള ആൾക്കാർ പോലും അവര് സ്വയം നമ്മളെയൊക്കെ വിട്ട് നമ്മളിൽ നിന്ന് അകന്ന് അവരുടെ ഉപജീവനം അവര് നടത്തിക്കൊണ്ടു പോകുന്നു. വയമൃതമിവ ജിന്മവ്യാഹൃതം ശ്രദ്ധാനാഹ കലികരുതമിവാജ്ഞാ കൃഷ്ണവദ്ധോ ഹരിണ്യ ദൃശുരസകൃതേ തന്നഖസ്പരിശതീവ്രസ്മരരുച ഉപമന്ത്രീൻ ഭണ്യതാം അന്യവാർത്ത. ഇവിടെ യഥാർത്ഥത്തില് ഇവരുടെ ഈ ഒരു ദുഃഖം മുഴുവൻ ആ കൃഷ്ണനെ അറിയിക്കുന്നത് വേറൊന്നുകൊണ്ടുമല്ല. എന്താണ് യഥാർത്ഥത്തില്? കണ്ണൻ തൻ്റെ അടുത്ത് വരാത്തതിന്റെ പേരിലോ ഒന്നുമല്ല സത്യത്തില്. പിന്നെ എന്താണ്, ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു അശുദ്ധഭാവം ഞങ്ങളുടെ ഉള്ളിൽ വന്നു പെട്ടിട്ടുണ്ടെങ്കിൽ ഞങ്ങളുമായിട്ട് കൂട്ടുകൂടേണ്ട കാര്യമില്ല എന്ന് അവര് ഉറപ്പിക്കുകയാണ്. ഒന്നുകൂടി എന്താണ്, ആ ഭക്തിയുടെ ഉദാത്തമായിട്ടുള്ള ഒരു തലത്തിലേക്ക് കൊണ്ടുപോവുകയാണ്. അഹങ്കാരം
ലവലേശം പോലും ഇല്ലാത്ത ഒരവസ്ഥയിലേക്ക് അവരെ കൂട്ടിക്കൊണ്ടു പോവുകയാണ് ഭഗവാൻ ശരിക്കും. അവർക്കറിയാം ഞങ്ങൾ ഈ ചിന്തിക്കുന്നതായിട്ടുള്ള ചിന്തകളും ഞങ്ങളുടെ ദേഷ്യത്തിനും ഞങ്ങളുടെ സ്നേഹത്തിനും ഞങ്ങളുടെ ദുഃഖത്തിനും ഒക്കെ കാരണം ആരാണ്? തൻ്റെ ഉള്ളിലിരിക്കുന്ന ആ അല്ലെ ബോധസ്വരൂപനായിട്ടുള്ള കൃഷ്ണനാണ് എന്നുള്ളത് അവർക്കറിയാം. അവിടെ ഇവിടെ ഈ എന്താണ് വണ്ടിനോട് അല്ലെങ്കിൽ ഉദ്ധവനോട് ആയിട്ട് പറയുകയാണ്, ഞങ്ങളോട് വന്ന് പറഞ്ഞിട്ട് ഒരു കാര്യവും ഇല്ല അവിടെ, അല്ലെ? അതല്ലേ അവിടെ പറയുന്നത്, വയമൃതമിവ ജന്മവ്യാഹൃതം ശ്രദ്ധധാനാ കലികരുതമിവാജ്ഞാ കൃഷ്ണവദ്ധോഹരിണ്യ. ഈ കൃഷ്ണമൃഗത്തിന്റെ പത്നികളായിട്ടുള്ള അല്ലെ ഭാര്യമാരായിട്ടുള്ള മാൻപേടകള് കലികരുതം, ഈ കാട്ടാളന്റെ അല്ലെ ആ മധുരഗാനം കേട്ട് ചെന്ന് സങ്കടത്തെ നേരിൽ കണ്ട് അതിന്റെ പ്രകാരം എന്താണ് ആ കപടമായിട്ടുള്ള വാക്കുകളിലൊക്കെ വിശ്വസിച്ചുകൊണ്ട് സുഖമതാണ് എന്ന് ശ്രദ്ധിച്ച് മനസ്സിലാക്കിക്കൊണ്ട് ദുഃഖത്തിൽ ചെന്ന് അവസാനിക്കുകയാണ്. അപ്പം ഒരു വേടന്റെ സ്വാധീനത്തിൽ പെട്ടതായിട്ടുള്ള ഒരു മാൻപേടകളെ പോലെ എന്ന് പറയാണ്. മാൻപേടകൾ എന്താണ്, പാട്ട് കേട്ട് അവരുടെ ആ ചെവി കൂർപ്പിച്ച് അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് അതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന സമയത്ത് എന്താണ് വേടൻ സൗകര്യം പോലെ അമ്പ ചെയ്ത് മാൻപേടകളെ വീഴ്ത്തുന്നു. അപ്പം അങ്ങനെ ആ വേടന്റെ സ്വാധീനത്തിൽ പെട്ടതായിട്ടുള്ള മാൻപേടകളെ പോലെ ഞങ്ങളും ഈ കാപട്യം നിറഞ്ഞതായിട്ടുള്ള ആ കൃഷ്ണന്റെ മധുരവാക്കുകള് അല്ലെങ്കിൽ മധുരമായിട്ടുള്ള നോട്ടങ്ങളിലൊക്കെ പെട്ട് ഞങ്ങൾ കാമപരവശ്യമായിക്കൊണ്ട് അതിൽ പെട്ടുപോയി. ഞങ്ങളത് സത്യമാണ് എന്ന് കരുതിക്കൊണ്ട് എന്താണ് എല്ലാം ഞങ്ങൾ ഉപേക്ഷിച്ചു, ഉപേക്ഷിച്ചു, ഗൃഹസ്ഥരെ ഉപേക്ഷിച്ചു, എല്ലാം ഉപേക്ഷിച്ചുകൊണ്ട് ചാടി പുറപ്പെട്ടു അങ്ങോട്ട്. അങ്ങനെയുള്ള ആ അദ്ദേഹത്തിന്റെ നഖക്ഷതം ഏറ്റ കാമപാരവശ്യം കൂടി 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 വന്ന ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന്റെ കഥകൾ ഇനി ഞങ്ങൾക്ക് ദുഃഖത്തിന് കാരണമായിട്ട് വരികയാണ്. ഇപ്പൊ ഇത്രയും പറ്റിയത് എന്തുകൊണ്ടാണ്? അദ്ദേഹത്തിന്റെ കഥ കേട്ടതുകൊണ്ടല്ലേ? അദ്ദേഹത്തിന്റെ കഥ കേട്ടതുകൊണ്ടാണ് യഥാർത്ഥത്തിൽ ഇന്ന് നമ്മൾ ഈ ദുഃഖത്തിന് കാരണമായിക്കൊണ്ട് വന്നത് ഞങ്ങൾക്ക്. അതുകൊണ്ട് ഇനി അദ്ദേഹത്തിന്റെ കഥകളൊന്നും ഞങ്ങളോട് പറയരുതേ, ഞങ്ങൾക്കത് കേൾക്കണ്ട. കേട്ടാൽ ദുഃഖത്തിന് കാരണമാകുകയാണെങ്കിൽ, കാരണം എല്ലാം വിട്ട് ഞങ്ങൾ ഇന്ന് ആ കണ്ണന്റെ കൂടെ ഞങ്ങൾ ഇരുന്നിട്ട് ഞങ്ങൾക്കിപ്പം എന്താണ് ദുഃഖമാണ് ഇന്നത്തെ അവസ്ഥ എങ്കിൽ ഞങ്ങൾക്കതൊന്നും കേൾക്കണ്ട എന്ന് ആ ദൂതനായിട്ടുള്ള വണ്ടിനോട് പറയാണ്, അല്ലെങ്കിൽ ഉദ്ധവനോടായിട്ട് പറയാണ്, അങ്ങേക്ക് ഇനി എന്തെങ്കിലും മറ്റു വല്ലതും പറയാനുണ്ടെങ്കിൽ അത് അങ്ങ് പറഞ്ഞോളൂ. സ്മരരുച ഉപമന്ത്രീൻ ഭണ്യതാം അന്യവാർത്തകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞങ്ങളോട് പറഞ്ഞോളൂ. ഞങ്ങൾക്ക് ഇതൊന്നും ഇനി കേട്ട് ഞങ്ങൾക്ക് എന്താണ് അതില് വിശ്വസിക്കാൻ പറ്റില്ല. ഞങ്ങൾ വിശ്വസിച്ചതോടുകൂടി ഇപ്പൊ മതിയായി. ഞങ്ങൾക്ക് എല്ലാം വിട്ട് ആ കപട വേഷധാരിയായിട്ടുള്ള അല്ലെങ്കിൽ കറുപ്പ് കള്ളനായിട്ടുള്ള കണ്ണന്റെ കൂടെ ഞങ്ങളെ ഇറങ്ങി തിരിച്ചിട്ട് ഞങ്ങൾക്ക് ദുഃഖമാണ് വരുന്നത്. അപ്പം ഈ ദുഃഖത്തിന് കാരണമാകുന്ന, അല്ലെങ്കിലോ അങ്ങനെ ഒന്ന് പറയാം. ഇനി രണ്ടാമത് എന്താണ്? ആധ്യാത്മികമായിട്ടുള്ള രീതിയിൽ ചിന്തിച്ചാൽ എന്താണ്, അവന്റെ കഥയൊന്നും കേൾക്കാൻ ഞങ്ങൾ യോഗ്യരല്ല. കാരണം ഞങ്ങൾക്ക് എന്താണ്, ഞങ്ങൾ ഇത്രയും കേട്ടിട്ട് പോലും ഞങ്ങളുടെ ഉള്ളിലെ വികാരങ്ങൾ മാറുന്നില്ല, ഞങ്ങളുടെ ഉള്ളിലെ ഭാവങ്ങൾക്ക് മാറ്റം വരുന്നില്ല. അപ്പം ഇനി ഞങ്ങൾക്ക് കേട്ടിട്ടും അതുകൊണ്ട് പ്രയോജനമില്ല എന്ന് വേണമെങ്കിൽ ആ രീതിയിൽ നമുക്ക് കാണാൻ സാധിക്കും. അപ്പം കൃഷ്ണ കഥകളെ വിരഹത്തിന് തീവ്രത ഏകുന്നതിനാലാണ് ഇപ്രകാരം അവിടെ ദുഃഖപ്രസംഗ എന്നവിടെ പറയുന്നില്ലേ, ദദൃശുരസഹൃദേതൻ നഖസ്പർശ തീവ്ര സ്മരരുച ഉപമന്ത്രീൻ ഭണ്യതാം അന്യവാർത്ത. അപ്പം ആ കണ്ണന്റെ കഥകളൊക്കെ അത് ഇനി ദുഃഖദസ്ഥൽപ്രസംഗ എന്ന് നമുക്കിനി അവസാനം ദശമസ്കന്ധത്തിന്റെ അവസാനം ഈ ഗോപികമാര് പറയുന്നത് കേൾക്കാം അവിടെ. അപ്പം ഈ കൃഷ്ണപത്നിമാരുടെ ആ ചിന്താഗതിയും ഒക്കെ നമുക്ക് ഈ ഗോപികമാരെ പോലെ തന്നെ ഭക്തന്മാർക്കെല്ലാം ഒരേ ചിന്താഗതിയിലൂടെ കാണുകയാണ് അവിടെ. അവസാനം പറയുകയാണ്,
പ്രിയസഖ പുനരാഗ പ്രേയസാ പ്രേഷിത കിം വരയ കിം അനുരുന്ധേ മാനനീയോസി മെങ്ക നൈസികധനിഹാസ്മാൻ ദുസ്ത്യജദ്വന്ദ്വപാർശ്വം സതതമുരസി സൗമ്യ ശ്രീർവധൂസാഗമാസ്തേ. ഇനി പറയുന്നോടെ ഈ വണ്ടിനെ സംബന്ധിച്ചിടത്തോളം എന്താണ്, വണ്ട് അങ്ങും ഇങ്ങും ഒക്കെ പറന്ന് വീണ്ടും വീണ്ടും ആ ഗോപികളുടെ സമീപത്തേക്ക് വരുമ്പോഴത്തേക്കും ഉദ്ധവനും ഈ പറഞ്ഞ പോലെയാണ്. കുറച്ചു നേരമൊക്കെ അവിടെ ഇരുന്നു അല്ലെ, കുറച്ച് നമ്മൾ എത്രയൊക്കെ ആയാലും ഒരു സമയത്ത് ഒരേ രീതിയിൽ തന്നെ ഇങ്ങനെ ആസ്വദിച്ചുകൊണ്ടിരിക്കണം എന്ന് പറയാൻ പറ്റില്ല. അപ്പം ഉദ്ധവന് കുറച്ചു നേരമൊക്കെ ഒന്ന് മുമ്പോട്ടൊക്കെ ഇങ്ങനെ നടന്നു പോയി അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ സഞ്ചരിച്ച് തിരിച്ചു വരുന്ന സമയത്ത് ഇത് ഈ ഗോപികമാരെന്താണ് പൂർണ്ണമായിട്ടും ഒരൊറ്റയടിക്കങ്ങ് പറയല്ല അവിടെ. അവരുടെ മനസ്സിൽ തോന്നുന്ന ഓരോ കാര്യങ്ങൾ പറഞ്ഞ് ഈ വണ്ടിനോടെന്നുള്ള രീതിയിൽ ഉദ്ധവനോട് പറഞ്ഞു കഴിയുമ്പോഴത്തേക്ക് ഉദ്ധവൻ എന്തായി ഇനിയിപ്പൊ ഞാനല്ല കേൾക്കുന്നതെന്ന് ധരിക്കണ്ട എന്ന് വിചാരിച്ചു ഉദ്ധവൻ ഒന്ന് അങ്ങോട്ട് കുറേശ്ശെ ഒന്ന് മാറിക്കഴിഞ്ഞ് തിരിച്ച് ഉദ്ധവൻ അടുത്തേക്ക് ഗോപികുമാരുടെ അടുത്തേക്ക് വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ചോദിച്ചു, അല്ല ഞങ്ങള് ഈ പറഞ്ഞതായിട്ടുള്ള അല്ലെ എല്ലാം ആ എന്താണ് കള്ളകൃഷ്ണനായിട്ടുള്ള കൃഷ്ണന്റെ അടുത്ത് ചെന്ന് പറഞ്ഞ് ആ കൃഷ്ണന്റെ മറു സന്ദേശവും കൂടി ആയിട്ടാണോ അങ്ങയുടെ വരവ് അല്ലെ, അങ്ങനെയാണ് വന്നത് എന്നുള്ള രീതിയിലാണ് ഇനി ഉദ്ധവനോട് ചോദിക്കുന്നത്. പറയാണ് നയസി കഥമിഹാസ്മാൻ ദുസ്ത്യജദ്വന്ദ്വപാർശ്വം. അപ്പൊ തങ്ങൾക്ക് പ്രിയപ്പെട്ടവനും സൗമ്യനും ആയിട്ടുള്ളവനെ എന്നുള്ള രീതിയിൽ ഉദ്ധവനോട് പറയുകയാണ്. അങ്ക എന്നൊക്കെ വിളിക്കുമ്പം ഹേ അങ്ക, ഹേ പ്രിയപ്പെട്ടവനെ എന്ന് വിളിക്കുകയാണ്. യഥാർത്ഥത്തില് ആ കണ്ണനോട് ഇത്ര ദേഷ്യമാണ് ഇവർക്കെങ്കിലും ഉദ്ധവനേത് ദേഷ്യമല്ലേ വരേണ്ടത് ശരിക്കും. അപ്പൊ യഥാർത്ഥത്തിൽ എന്താണ്, അവരുടെ സങ്കടങ്ങളെ അവര് ഉറച്ചുകൊണ്ട് ആ എന്താണ് ഉദ്ധവനോട് പറയാണ്, ഞങ്ങൾക്ക് ആ ഭഗവാനെ സംബന്ധിച്ചിടത്തോളം എന്താണ്, അവൻ ഇതുവരെ ഞങ്ങളെ വേണ്ട രീതിയിൽ ഞങ്ങളെ എന്താണ് ഒന്നും മാനിച്ചിട്ടില്ല എന്ന് പറയാണ്. മാനിക്കാത്തവനാണ്. അതുകൊണ്ട് എന്ത് വരം വേണമെങ്കിലും ചോദിച്ചോളൂ. ആ എന്താണ് ആലോചിക്കുകയാണ് ലക്ഷ്മി ഭഗവതിയുടെ അവസ്ഥ അല്ലെ. ലക്ഷ്മി ഭഗവതി എന്ത് വിചാരിച്ചുകൊണ്ടാണ് അവന്റെ മാറത്ത് അല്ലെ ഇപ്പൊ കിട്ടും എന്ന് വിചാരിച്ചുകൊണ്ട്, പരമസുഖം കിട്ടുമെന്ന് വിചാരിച്ചുകൊണ്ട് ആ ലക്ഷ്മി ഭഗവതി മാറത്തിരുന്നു കൊണ്ട് ആ പാദചരണങ്ങളെ സേവിക്കുവാൻ വേണ്ടി ആഗ്രഹിക്കുന്ന ലക്ഷ്മി ഭഗവതി. അപ്പം ആ ശ്രീ ഭഗവതി തന്റെ വക്ഷദേശത്ത് സ്ഥിതി ചെയ്യുന്നവനും പിന്നെയോ ഒരേ ഒരുകളിൽ മാത്രം വിട്ടുപിരിയാനാകാത്ത ആവേശമുള്ളവനുമായിട്ടുള്ള ആ അദ്ദേഹത്തിന്റെ സമീപത്ത് ഞങ്ങളെ കൂടി കൊണ്ടുപോകാനാണോ അവിടുത്തെ ഉദ്ദേശം അല്ലേ? ഇന്ന് സത്യത്തില് അത് യഥാർത്ഥത്തിൽ ഇനി അങ്ങനെയാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും എന്താണ് അത് സാമീപ്യം എന്നുള്ള ഒരു മുക്തിയുടെ ഒരു ഭാഗത്തിലേക്ക് എത്തിക്കാൻ വേണമെങ്കിൽ. അപ്പം പറയാണ് വീണ്ടും വന്നത് ഞങ്ങളുടെ ഈ ദൈന്യം അദ്ദേഹത്തെ ധരിപ്പിച്ച് ഇഷ്ടമായതിനെ ചെയ്യുവാനാണോ എന്നുമൊക്കെ അവിടെ സംശയിക്കാം. അവർ വീണ്ടും ചോദിക്കാണ്, എന്തിനു വേണ്ടിയിട്ടാണ് ഇപ്പൊ ഇവിടെ വന്നത്? ഞങ്ങളെ കൂട്ടിക്കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണോ? ഞങ്ങളുടെ കാര്യം എന്തെങ്കിലുമൊക്കെ കണ്ണൻ സൂചിപ്പിക്കാറുണ്ടോ? അപിബത മധുപുര്യാം ആര്യപുത്രോധുനാസ്തേ സ്മരതി സപൃതൃഗേഹാൻ സൗമ്യബന്ധുംശ്ച ഗോപാൻ ക്വചിദപി സകഥാ കിങ്കരീണാം ഗൃണീതേ ഭുജമകരു സുഗന്ധം മൂർധ്യദാസ്യൽ കഥാനു. അവിടെ പിന്നീട് ഒരു സാധാരണ രീതിയിലൊക്കെ നമ്മളെ ക്ഷേമം അന്വേഷിക്കുന്നത് പോലെ അല്ലയോ ഹേ ഉദ്ധവ, ഹേ പ്രിയപ്പെട്ടവനെ, ആ നന്ദഗോപരുടെ പുത്രനായിട്ടുള്ള ആ ശ്രീകൃഷ്ണൻ ഇപ്പൊ എവിടെയാണ് ശരിക്ക് അല്ലെ? കംസനെ വധിച്ചു, ഗുരുകുലവാസമൊക്കെ ചെയ്തു, 64 ദിവസത്തെ ഗുരുകുലവാസമൊക്കെ ചെയ്ത് ഗുരുദക്ഷിണയൊക്കെ നൽകി മധുരയിൽ സുഖമായിട്ടല്ലേ അവിടെ കഴിയുന്ന. അവിടെ പിതൃഗേഹാൻ സൗമ്യ ബന്ധുംശ്ച ഗോപാൻ, മാതാപിതാക്കന്മാരായിട്ടുള്ള നന്ദഗോപരും യശോദയുടെയും കൂടെ ഗോകുലത്തിലുള്ള ആ വാസസ്ഥലങ്ങള്, പിന്നെ ഗോപന്മാര് ഗോപികമാര് തുടങ്ങിയതായിട്ടുള്ള ഇവരെയൊക്കെ കണ്ണൻ ഇടയ്ക്കൊക്കെ ഓർക്കുന്നുണ്ടോ? അവിടെ ഓർക്കുന്നില്ലേ? അവിടെ പിന്നെയോ ചിലപ്പോഴെങ്കിലും
ഈ ദാസികളായിട്ടുള്ള ഞങ്ങള് അല്ലെ ഗോപികമാര്, ഞങ്ങളെ ഈ ദാസികളായിട്ടുള്ള ഞങ്ങളെ പറ്റി എന്തെങ്കിലും കണ്ണൻ അവിടുന്ന് സംസാരിക്കാറുണ്ടോ? അദ്ദേഹത്തിന്റെ ഈ വനമാലയിലൂടെയും അത് തന്നെയല്ല, ദേഹത്ത് തന്നെ അഖിലിന്റെയും സുഗന്ധത്തിന്റെയും ഒക്കെ വെല്ലുന്നതായിട്ടുള്ള ആ എന്താണ് ഗന്ധത്തോടു കൂടിയിട്ടുള്ള ആ കരസ്പരിശങ്ങൾ ഞങ്ങളുടെ ആ ശിരസില് വെച്ച് അനുഗ്രഹിക്കുക. ഇനി എന്നാ ഞങ്ങൾക്ക് സാധിക്കുക? ഇനി ആ ഒരു ഗന്ധം അനുഭവിക്കുവാനും ആ ഒരു അനുഗ്രഹം ഞങ്ങൾക്ക് നേടുവാനും ഒക്കെ ഇനി എന്നാ സാധിക്കുക? അറിയില്ല. അപ്പൊ കൃഷ്ണനെയും വണ്ടിനെയും പിന്നെ ഉദ്ധവനെയും ഒക്കെ കണക്കിലേറെ ശകാരിക്കുകയാണ് അവിടെ. എന്നിട്ട് ഒന്നും അറിയാത്തത് പോലെ, അല്ലെങ്കിൽ ഒന്നും മറുത്ത് പറയാത്തത് കൊണ്ട് ആ ഉദ്ധവനോട് സൗമ്യ എന്ന് വീണ്ടും വിളിച്ചു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം അവിടെ. അപ്പൊ കൃഷ്ണന്റെ എല്ലാ വൃത്താന്തങ്ങളും ഒക്കെ അപ്പപ്പോ അറിയുന്ന ആളല്ലേ യഥാർത്ഥത്തിൽ പ്രധാനമന്ത്രി. അപ്പം ഞങ്ങളെ കുറിച്ചൊക്കെ എന്തെങ്കിലുമൊക്കെ കണ്ണൻ സൂചിപ്പിക്കാറുണ്ടോ, പറയാറുണ്ടോ? അതൊക്കെ അവിടെ ആ ഉദ്ധവനോട് ചോദിക്കുന്നതായിട്ട് നമുക്ക് ഇവിടെ കാണാം. അതുകൊണ്ട് ഈ ഉദ്ധവൻ ഭഗവാനുമായിട്ട് സംവദിച്ച ഭഗവാന്റെ അനുഭവത്തെ തിരിച്ച് മനസ്സിലാക്കുന്ന രീതിയിൽ നമ്മൾ അവിടെ ചോദിക്കുകയാണ് അവര്. അപ്പം ഈ കൃഷ്ണ ദൂതിന് വന്നതായിട്ടുള്ള അത് വണ്ടായാലും പിന്നെന്താണ് ഉദ്ധവനായാലും ഒക്കെ അവർക്ക് വേണ്ടതായിട്ടുള്ള സ്വാഗതം ചെയ്ത് കുശല പ്രശ്നങ്ങളൊക്കെ ചെയ്ത് ആ കൃഷ്ണ വൃത്താന്തങ്ങളെ കുറിച്ചൊക്കെ അറിയുവാൻ വേണ്ടിട്ടൊക്കെ ചെയ്യുക. ഇതാണൊരു സാമാന്യ മര്യാദ അല്ലെ? കൃഷ്ണനെ കുറിച്ച് ചോദിക്കുക, എന്തൊക്കെയാണ് കൃഷ്ണന്റെ അവിടുത്തെ കഥകൾ, കാര്യങ്ങളൊക്കെ വരുമ്പോഴേ ഇങ്ങനെ പരാതിയും പരിവട്ടമൊക്കെ ആയിട്ട് പറഞ്ഞാലോ. അപ്പൊ അപ്പം ശരിക്ക് അതൊന്നും ചെയ്തില്ല എന്ന് മാത്രമല്ല, പിന്നെന്താണ് കിതവ എന്നുള്ള ഒരു അല്ലെ, കിതവ ബന്ധോ, കിതവ എന്ന കള്ളൻ തന്നെയാണ് പറയുക. അപ്പം അങ്ങനെയുള്ള പരിഭവങ്ങളുടെ പരമ്പര അവിടെ അവതരിപ്പിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അപ്പൊ അത് എന്താണ് ശരിക്ക് ഗോപികമാരുടെ ആ വിരഹ തീവ്രത പറഞ്ഞ് തീർന്നപ്പോൾ ആ സമനില അവര് കൈവരിച്ചു എന്ന് പറയുകയാണ്. ആദ്യം ചെയ്യേണ്ടത് ഒടുവിൽ ചെയ്തു, അത്രേ ഉള്ളൂ. ആദ്യം എന്താ ചെയ്യേണ്ടത്? വരുമ്പോഴേ വിളിച്ച് ഇരുത്തുക ഉദ്ധവനോട്. ആരാണ് ഉദ്ധവ? അവിടുന്ന് അങ്ങ് എവിടുന്നാണ് വന്നത്? അങ്ങ് കണ്ണന്റെ കൂട്ടുകാരാണെങ്കിൽ കണ്ണൻ എന്തൊക്കെയുണ്ട്? ഇതൊക്കെ ചോദിക്കുകയാണ് വേണ്ടത് സത്യത്തില്. അതിന് പകരം എന്താണ്, വന്നപ്പോഴേയും ചീത്തവിളിയും ബഹളവും ഒക്കെ ആയി കഴിഞ്ഞിട്ട് അവസാനമായി ഇനി ചോദ്യം, ഞങ്ങളെ കുറിച്ച് എന്തെങ്കിലും പറയാനുണ്ടോ? ഞങ്ങളുടെ കണ്ണൻ അവിടെ സുഖമായിട്ട് കഴിയുകയല്ലേ എന്നൊക്കെ അവിടെ ചോദിക്കുന്നു. അപ്പം യഥാർത്ഥത്തിൽ എന്താണ് ഇത്? ഒരു ഉത്തമ ലക്ഷണം തികഞ്ഞവരെ സംബന്ധിച്ചിടത്തോളം എന്താണ് ഇതിൽ ഈ പുരുഷ ലക്ഷണങ്ങള് അല്ലെങ്കിൽ എന്താണ് സാമുദ്രിക ശാസ്ത്രത്തിലൊക്കെ പറയും, ഉത്തമ ലക്ഷണം തികഞ്ഞവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ അടുത്തേക്ക് ചെല്ലുമ്പം എന്തെന്നില്ലാത്തൊരു ഗന്ധമുണ്ട് എന്നാണ് പറയാം. നമ്മളെ ആകർഷിക്കുന്നതായിട്ടുള്ള ഒരു ഗന്ധം, അത് പലതരത്തിലാവാം അത് അല്ലെ? അവരുടെ ചിന്തകളിലൂടെ ആവാം, അവരുടെ എന്താണ് കണ്ണുകളിലൂടെ ആവാം, കടാക്ഷങ്ങളിലൂടെ ആകാം. വിരചിതാഭയം അല്ലെ എന്നതില് ആ ഗോപികാഗീതത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. അപ്പൊ എന്തോ ഒരു അഭയം, ഒരു എന്താണ് അടുപ്പം ഒക്കെ നമുക്ക് ആ സജ്ജനങ്ങളുടെ അടുത്ത് ചെല്ലുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും. ഇപ്പൊ യഥാർത്ഥത്തില് ഈ ഒരു ഭ്രമര ഗീതത്തില് പ്രതിഫലിക്കുന്നതായിട്ടുള്ള ആ ഗോപികമാരുടെ ആ പ്രേമ ഭക്തി ഉദ്ധവനെ ശരിക്ക് അത്ഭുതപ്പെടുത്തുന്ന രീതിയിലായിരുന്നു അത്. ഈ ഒരു ശ്ലോകത്തോടു കൂടിയാണ് അവരുടെ എന്താണ് പാട്ട് അവസാനിക്കുന്നത് അവിടെ. അപ്പൊ തൽക്കാലം എന്താണ് ഈ ശ്രീകൃഷ്ണ സന്ദേശം അവർക്ക് മനസ്സിലാക്കി കൊടുത്ത് അവരെ ആശ്വസിപ്പിക്കുകയാണ് യഥാർത്ഥത്തിൽ തന്റെ കർത്തവ്യം എന്ന് മനസ്സിലാക്കിയതായിട്ടുള്ള ആ ഉദ്ധവൻ ഇനി അവരെ പറഞ്ഞ് മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്കുന്നു. തന്റെ ദൗത്യം അതാണെങ്കിൽ പോലും അങ്ങോട്ട് എന്തെങ്കിലും പറയുവാനെന്ന് ആരംഭിക്കുന്നതിന് മുമ്പ് എന്താണ് ഗോപികമാര് അവരുടേതായിട്ടുള്ള ആവലാദികള് അവരാരംഭിച്ചു എന്ന് പറയുകയാണ്. അപ്പം ആ ഗോപികമാർക്ക് ആ ഒരു അവസരം പാഴാക്കാൻ അനുവദിക്കരുതെന്നും തനിക്ക് പറയാനുള്ളതൊക്കെ അത് ഒടുവിലായിട്ട് പറയാം എന്ന് ഉദ്ധവൻ തീരുമാനിച്ചു. എന്തിനു വേണ്ടിയിട്ടാണത്? ഭഗവാൻ പറഞ്ഞു വിട്ടതും അതിനു വേണ്ടിയിട്ടാണ്. അപ്പൊ ഉദ്ധവൻ എന്താണ് ശരിക്ക്
ആ ഗോപികമാരുടെ എല്ലാ ചേഷ്ടകളും അവരുടെ ഉള്ളിലുള്ള യഥാർത്ഥമായിട്ടുള്ള ശുദ്ധമായിട്ടുള്ള ഒരു ഭാവത്തോട് കൂടിയിട്ടുള്ള ആ ഒരു മനോഭാവത്തെ മനസ്സിലാക്കുവാൻ വേണ്ടിയിട്ട് അതെല്ലാം ഒന്ന് കുറച്ചു നേരത്തേക്ക് മാറ്റി വെച്ചുകൊണ്ട് ആ ഗോപികമാരെ ായിട്ട് പറഞ്ഞു. പിന്നീട് ശ്രീശുഖം പറയുകയാണ്, അഥോദ്ധവോ നിശമ്യൈവം കൃഷ്ണദർശനലാലസാഹ സാന്ത്വയൻ പ്രിയ സന്ദേശൈർ ഗോപീരിതമഭാഷത. അപ്പൊ കൃഷ്ണനെ കാണുവാൻ വേണ്ടിയിട്ട് വെമ്പൽ കൊള്ളുന്നതായിട്ടുള്ള ഗോപികമാരുടെ ഈ വാക്കുകളൊക്കെ അങ്ങോട്ട് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും ഉദ്ധവന് എന്തെന്നില്ലാത്ത ഒരു ഒരു സന്തോഷമാണോ അതോ ഒരു സമാധാനത്തോടുകൂടി ഇനി ഗോപികമാർക്ക് പറഞ്ഞു കൊടുക്കാം. അവർക്ക് അല്ലെ, കണ്ണൻ തന്നെ പറഞ്ഞു വിട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് ഗോപികമാർക്ക് അത് പ്രയോജനമാകും എന്നുള്ളത് കൊണ്ടാണല്ലോ തന്നെ പറഞ്ഞു വിടുന്നത്. അപ്പൊ തീർച്ചയായിട്ടും എന്താണ്, ഇനി തൻ്റെ ഈ സന്ദേശങ്ങളെയൊക്കെ ആ ഗോപികമാരെ പറഞ്ഞ് അവരെ സാന്ത്വനപ്പെടുത്തുവാൻ വേണ്ടിട്ട് തീരുമാനിച്ചു. അവിടെ പറഞ്ഞു, ആദ്യം തന്നെ പറഞ്ഞത് എന്താണ്, ഹേ ലോകം പോലും പൂജിക്കപ്പെട്ടതായിട്ടുള്ളവരാണ് നിങ്ങൾ. കാരണം എന്താണ്, അഹോയൂയം സ്മ പൂർണാർത്ഥ ഭവത്യോ ലോകപൂജിതാഹ വാസുദേവേ ഭഗവതീ ആസാമിത്യർപ്പിതം മന. ദമ്പതികള് ജന്മസാഫല്യം തികഞ്ഞവരും അതുപോലെ തന്നെ ഈ എന്താണ് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ലോകര് പൂജിക്കുന്നവരാണ് നിങ്ങൾ. ലോകർക്ക് ഒരു മാതൃകയായിക്കൊണ്ട് അല്ലെങ്കിൽ എന്താണ് ലോകർക്ക് മാന്യകളാണ് നിങ്ങൾ ശരിക്കും. കാരണം വിശുദ്ധമായിട്ടുള്ള ആ സത്വാത്മാവായിട്ടുള്ള തൻ്റെ ഉള്ളിലുള്ള ബോധസ്വരൂപനായിട്ടുള്ള ഭഗവാൻകളില് ഇത്ര കണ്ട് ആത്മാരാമത്വം അല്ലെ, ആത്മാരാമത്വം നിങ്ങളുടെ ഉള്ളിൽ ഉണ്ടാവുന്നുണ്ട് എങ്കിൽ ഇങ്ങനെയുള്ള ഈ ഒരു കൃഷ്ണഭക്തി അത് എളുപ്പമല്ല കൈവരാൻ. പറയുന്നുണ്ട് അവിടെ, ദാനവ്രത തപോ ഹോമ ജപ സ്വാധ്യായ സംയമൈഹി ശ്രേയോഭിർവിവിധൈശ്ചാന്യേ കൃഷ്ണേ ഭക്തിർഹി സാധ്യതേ. നിങ്ങളെ പോലെ ആവണമെങ്കിൽ ഇനി എത്ര ദാനം ചെയ്താലും, എത്ര തപസ് ചെയ്താലും, എത്ര നമ്മൾ പൂജകൾ ചെയ്താലും ഒരിക്കലും ഇതിലേക്ക് എത്തിച്ചേരാൻ സാധിക്കില്ല. അത്ര കണ്ട് അതിൻ്റെയൊക്കെ ഒരു ഉദാത്തമായിട്ടുള്ള ഒരു സ്ഥാനത്താണ് യഥാർത്ഥത്തിൽ നിങ്ങൾ ഇപ്പോ. അതുകൊണ്ട് ഉത്തമ ശ്ലോകനായിട്ടുള്ള ആ ഭഗവാനിൽ സമ്പാദിക്കുന്നതായിട്ടുള്ള നിങ്ങളുടെ ഈ ഒരു ഉത്തമ ഭക്തി അത് എനിക്ക് കാണാൻ സാധിച്ചല്ലോ. അതന്നെ എൻ്റെ ഒരു വലിയൊരു ഭാഗ്യം. ഭക്തി പ്രവർത്തിതാദിഷ്ട്യാ മുനീനാം അപിദുർലഭ. മുനിമാർക്ക് പോലും ഋഷീശ്വരന്മാർക്ക് പോലും അനുഭവിക്കാൻ സാധിക്കാത്തതായിട്ടുള്ള ആ പരമഭക്തി, നിങ്ങളുടെ ഉള്ളിലുള്ള ആ ഭക്തിയെ എനിക്ക് ഒന്ന് തൊട്ടറിയാൻ സാധിച്ചു അവിടെ. ദിഷ്ട്യാ പുത്രാൻ പതീൻ ദേഹാൻ സ്വജനാൻ ഭവനാനി ച ഹിത്വാ വൃയൂയം കൃഷ്ണാഖ്യം പുരുഷം പരം. ഇവിടെ പുത്രന്മാരായിക്കോട്ടെ ഭക്തന്മാരായിക്കോട്ടെ പിന്നെ തൻ്റെ ദേഹം തന്നെ അല്ലെ, ദിഷ്ട്യാ പുത്രാൻ പതീൻ ദേഹാൻ സ്വജനാൻ, തൻ്റെ സ്വന്തം ബന്ധുജനങ്ങള് സ്വജനങ്ങള്, പിന്നെയോ തൻ്റെ ഗൃഹങ്ങള്, ഇതെല്ലാം ഉപേക്ഷിച്ചുകൊണ്ട് പരമപുരുഷനായിട്ടുള്ള ആ സച്ചിദാനന്ദ സ്വരൂപനെ ആശ്രയിക്കുവാൻ തോന്നിയതിൻ്റെ ഭാഗ്യം. അതിൻ്റെ ഭാഗ്യം കൊണ്ടാണ് നിങ്ങൾക്ക് ഈ ഒരു ഭാവത്തിലേക്ക് എത്താൻ സാധിക്കുന്നത്. സർവാത്മഭാവോധികൃതോ ഭവതീനാം അഥോക്ഷജേ വിരഹേണ മഹാഭാഗമഹാന്മേനുഗ്രഹകൃത. കൊണ്ട് ഭവതികളായിട്ടുള്ള മഹാഭാഗ്യശാലിനികളായിട്ടുള്ള ആൾക്കാരാണ് നിങ്ങൾ, ഭാഗ്യവതികളാണ്. കാരണം എന്തുകൊണ്ടാണ്, ആ സച്ചിദാനന്ദ സ്വരൂപമായിട്ടുള്ള ഭഗവാനില് ഇതുപോലെ പൂർണ്ണമായിട്ടും മനസ്സിനെ നിങ്ങൾക്ക് കേന്ദ്രീകരിക്കാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ കേന്ദ്രീകരിച്ചു കഴിഞ്ഞു ശരിക്കും. ആ ഏകാന്ത ഭക്തി അവിടെ ഉണ്ടായി അവിടെ. അപ്പം ഈ ഒരു വിരഹവേദനയോടുകൂടി പറഞ്ഞതായിട്ടുള്ള വാക്കുകള് നമുക്കും അത് വലിയൊരു അനുഗ്രഹമായിട്ട് മാറി. കാരണം അത് എന്നെ അനുഭവിപ്പിച്ചു. അത് അപ്പൊ ആ ഭക്തിയുടെ സ്വഭാവം എനിക്കും മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഒരു കാരണമായി അത്. അതുകൊണ്ട് ശ്രൂയതാം പ്രിയ സന്ദേശോ ഭവതീനാം സഖാവഹ
യമാദയാഗതോ യമാദായാഗതോ ഭദ്ര അഹം ഭർത്തുരഹസ്കര. ആ ഭഗവാന്റെ സന്ദേശത്തെ ഇതാ ഞാൻ അവിടത്തേക്ക് നിങ്ങൾക്ക് പറഞ്ഞു തരാം. അദ്ദേഹത്തിന്റെ രഹസ്യങ്ങള് ആ എല്ലാം അറിയുന്നവരാണ് നിങ്ങൾ. അതെല്ലാം ദാ ആ ഗോപികമാരെ ധരിപ്പിക്കുവാനുള്ള സന്ദേശവാഹകനായിട്ടാണ് ഉദ്ധവൻ വന്നതെന്നൊക്കെ അവരെ പറഞ്ഞു മനസ്സിലാക്കിക്കൊണ്ട് ഇനി ഭഗവാന്റെ സന്ദേശങ്ങൾ പറഞ്ഞു കൊടുക്കുകയാണ് അടുത്ത ശ്ലോകങ്ങളിലൊക്കെ. അതൊക്കെ നമുക്ക് അടുത്ത ദിവസം നമുക്ക് അത് അനുസ്മരിക്കാം. ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ.